പള്ളിപ്പെരുന്നാളിന് കണ്ട് ഇഷ്ടം കൂടിയ ഒരു സാധനമാണിത്, ചന ചാട്ട്. അതിൽ തന്നെ എൻ്റെതായ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വെള്ളക്കടല നന്നായി കുതിർത്ത ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് 5 വിസിൽ വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ 2 വിസിലും മീഡിയം ഫ്ലെയിമിൽ 3 വിസിലും. വെള്ളക്കടല തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള ബ്ലാക്ക് ഗ്രാം ആയാലും മതി. കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. വെജിറ്റബിൾസും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. ഞാനിവിടെ കുക്കുംബർ, ക്യാരറ്റ്, സവാള, തക്കാളി, ക്യാപ്സിക്കം, സ്വീറ്റ് കോൺ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഇട്ട് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ വെളുത്തുള്ളിയൊക്കെ മാറ്റിയിട്ട് എടുത്ത് വയ്ക്കാം. ഒരു ബൗളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം സവാള, തക്കാളി, ക്യാപ്സിക്കം, കുക്കുംബർ, ക്യാരറ്റ്, ക്യാബേജ്, സ്വീറ്റ് കോൺ. ഫ്രോസൺ സ്വീറ്റ് കോൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം. ലാസ്റ്റ് ചോപ്പ് ചെയ്തിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഒലിവ് ഓയിലും കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അവസാനം നമ്മുടെ ചെനയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇടയ്ക്ക് ക്രഞ്ചി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺഫ്ലേക്സിൻ്റെ ചെറിയ പാക്കറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നന്നായിട്ടൊന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പകുതി നാരങ്ങയും കൂടെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി സാലഡ് റെഡിയാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് ഇത് ഒരു ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.